ഉഷ ജോസഫിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഗുരുതരമായ പിഴവാണ് എന്ന് സമ്മതിച്ച് ഡോക്ടർ ഷാഹിദ. എന്നാൽ താൻ ഇങ്ങനെയൊരു ശസ്ത്രക്രിയ ചെയ്തതായി ഓർക്കുന്നില്ല. ഉഷ ജോസഫിനെയും ഓർമ്മയില്ല എന്നും ഡോക്ടർ ഷാഹിദ പറയുന്നു. കോവിഡ് കാലമായതിനാൽ ഏറെ പരിമിതികൾ ഉണ്ടായിരുന്നു. പിഴവ് സംഭവിച്ചുവെങ്കിൽ തന്നെ അത് മനഃപൂർവ്വമല്ല. വിശദീകരണം ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും ഷാഹിദ പ്രതികരിച്ചു. സ്ക്രബ് നേഴ്സിന്റെ അടുത്ത് ചോദിച്ച് 2 പ്രാവശ്യം ചോദിക്കും, കൗണ്ട് എല്ലാം കറക്റ്റ് ആണല്ലോ, മോപ്പും ഇൻസ്ട്രുമെന്റും കറക്റ്റ് ആണല്ലോ എന്ന് ചോദിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അവിടെ ഒരു നേഴ്സേ കയറാറുള്ളൂ, സ്ക്രബ് നേഴ്സ്. ഫ്ലോർ നേഴ്സ് എന്നുള്ള പോളിസി ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ഇഷ്യൂ, നമ്മൾ കോവിഡ് സമയമായിരുന്നു, നമുക്ക് കോവിഡ് തിയേറ്ററും കൂടെ സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്ന സമയമാണിത്. കൗണ്ട് നോക്കിയതാണ്, 2 പ്രാവശ്യം റീചെക്കും ചെയ്തതാണ്. സമ്മതിക്കുന്നതെന്ന് പറഞ്ഞാൽ റീചെക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെ പറ്റി എന്നുള്ളതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. മാമിനോട് വിശദീകരണം ആരെങ്കിലും ചോദിച്ചിരുന്നു? ഔദ്യോഗികമായിട്ട് വിശദീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചില്ല ഇതുവരെ? എനിക്ക് തോന്നുന്നു ചോദിക്കുമായിരിക്കും. പിന്നെ മാം ഈ കൺസേൺഡ് ആയിട്ടുള്ള രോഗിയെ ചികിത്സിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ? ഓപ്പറേഷൻ മാത്രമാണ് ചെയ്തത്, സർജറി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമല്ലോ, നോക്കുന്നതൊക്കെ അത് ചെയ്ത് നമ്മളെന്തായാലും നോക്കുമല്ലോ. പിഴവ് സംഭവിച്ചതായിട്ട് ഓർക്കുന്നില്ല. അതെ, അത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അതിങ്ങനെ വന്നിട്ടും ഇല്ല. ഞാൻ വരാതെ ആണ് മുൻകൂറായിട്ട് ഞാൻ 2 പ്രാവശ്യം സ്ക്രബ് നേഴ്സിന്റെ അടുത്ത് കൗണ്ടും മോപ്പും കറക്റ്റ് ആണോ എന്ന് ഞാൻ റീചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇത്രയും നാളത്തെ സർവീസിൽ എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ വന്നിട്ടില്ല, സത്യം പറഞ്ഞു. അല്ല, കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിലെയും പോരായ്മകളും ഇതുമൊക്കെ കാണും. അപ്പം അത് വെച്ച് നമ്മളങ്ങ് വർക്ക് ചെയ്ത് പോകുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു സ്റ്റാഫ്, ഒരു നേഴ്സിന്റെ ഇതായിരിക്കും അവിടുത്തെ അവിടുത്തെ എന്തോന്ന് ഗൈഡ് ലൈൻ. ചിലപ്പം ഒരു സ്ക്രബ് നേഴ്സ് മതി എന്നുള്ളതായിരിക്കും. അത് ബാക്കി അത് വേറെ ആർക്കെങ്കിലും ഒന്ന് ചോദിക്കും. എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് നമ്മളാണോ എന്നുള്ളത് പോലും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അത്ര കെയർ എടുത്താണ് കേസ് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാം. കെയർലെസ് സർജൻ അല്ല, ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ്, ഞാനൊരു കെയർലെസ് സർജൻ അല്ല. പണം തന്നതായിട്ട് ബന്ധുക്കൾ പറയുന്നുണ്ട്. അയ്യോ, നമ്മള് പുവർ പീപ്പിളിന് വേണ്ടി സെർവ് ചെയ്യുന്നവരാണ്. വാങ്ങിയിട്ടില്ല, അങ്ങനെ പണമൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെയൊന്നും അങ്ങനത്തെ ഇതിലൊന്നും കൊണ്ടുവരില്ലേ പ്ലീസ്. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു ആരോപണമുണ്ട്. പണം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കൊടുക്കേയുള്ളൂ സത്യം പറഞ്ഞ. വണ്ടി പിടിക്കാനും ഓട്ടോയ്ക്കും ഒക്കെ അങ്ങോട്ട് കൊടുക്കും. ഡോക്ടർ ഷാഹിദയുടെ പ്രതികരണമാണ് കേട്ടത്. അവർ പറയുന്നത് അവർക്ക് ഇപ്പോൾ ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായി ഓർമ്മ തന്നെയില്ല. 5 വർഷം മുമ്പാണ്. ഇപ്പോൾ നമുക്കത് മനുഷ്യ സഹജമാണ്. 5 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. കോവിഡിൻ്റെ പരിമിതികൾക്കിടയിലൊക്കെ നടന്ന സർജറിയാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കത്രിക കുടുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതരമായ പിഴവാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെയാണോ അത് ചെയ്തതെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. 5 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അങ്ങനെ പിഴവ് വരുത്തില്ല. വളരെ കെയറോടുകൂടി, ഒരിക്കലും ഒരു കെയർലെസ് സർജൻ എന്നല്ല, അങ്ങനെ തന്നെ കരുതരുത് എന്നാണ് അവർ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുന്നതാണ് ഇത്രകാലത്തെയും സർവീസിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പിഴവ് തന്നെയെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്കത് ഓർമ്മയില്ല. അവരോട് വിശദീകരണം ചോദിച്ചാൽ നിലവിലെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ബോധ്യപ്പെടുമെന്നാണ്. പക്ഷേ ഇനിയൊരു വലിയ പ്രശ്നം ഇതിൽ ഉദിക്കുന്നത് ഇത്രയും 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ രേഖപ്രകാരം ഡോക്ടർ ഷാഹിദയുടെ പേരാണ് ആ രേഖയിലുള്ളത് എന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരതിൽ കൂടുതൽ നിയമപരമായ വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ നൽകുകയും വേണ്ടിവരും. വലിയ പിഴവാണ് സംഭവിച്ചത് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഓർമ്മയിലില്ല ഇങ്ങനെയൊരു സംഭവം. വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്നാണ് ഡോക്ടർ ഷാഹിദ നമ്മളോട് പ്രതികരിച്ചത്. ഫോണിലൂടെയാണ് ഈ പ്രതികരണം